പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള പഠനത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ ദാസനായ പാസ്റ്റർ CC ജോർജ് അപ്പച്ചൻ താൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോരാൻ നേരത്ത് ഇത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൻ്റെ കൂടെ തന്നെ സ്നേഹിക്കുന്ന ദേവദാസന്മാർ പറഞ്ഞു, അപ്പച്ചാ പോകല്ലേ, നമുക്കിവിടെ നിന്ന് പോരാടാം, നമുക്കിവിടെ നിന്ന് പോരാടാം, ഈ പ്രസ്ഥാനത്തെ നമുക്ക് ഉയർത്തിയെടുക്കാം. അദ്ദേഹം പറഞ്ഞു, മുങ്ങിക്കൊണ്ടിരിക്കുന്ന വള്ളത്തെ എൻ്റെ പൊന്നുമോനെ ആ വള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല, ചാടി വെളിയിറങ്ങണം. വെളിയിറങ്ങി കയറുകൊണ്ട് വലിച്ചോ മറ്റേതെങ്കിലും ഉപാധികളിലൂടെ രക്ഷിച്ചെടുക്കാനേ പറ്റുള്ളൂ. ആ വള്ളത്തിൽ നിന്ന് എൻ്റെ വെയിറ്റിലൂടെ വെച്ചാൽ അങ്ങ് പെട്ടെന്ന് മുങ്ങിപ്പോകും. രണ്ടാമതാം പറഞ്ഞത് അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ക്രൈസ്തവ സമൂഹം നമ്മളെ ഒന്നടങ്കം അത് വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇനി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ സത്യവചനം പത്യവചനം പറയുന്ന ആളായതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്നെ ദൈവം വിളിച്ചത് ആടിനെ മേയ്ക്കാനാ, ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനാ. ഞാൻ കാണുന്നത് മുഴുവൻ പന്നിക്കുഞ്ഞുങ്ങളാണ്, പന്നിക്കൂട്ടങ്ങളെയാണ്. അശുദ്ധിയിൽ കിടന്ന് തലകുത്തി മറിയുന്നതാണ്. ആട്ടുംകൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ വരാം മോനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. ദീർഘവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തേടിയ വള്ളി കാലേ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ എൻ്റെ കാലിലും കയറി ചുറ്റി ഈ പുള്ളിക്കാരൻ. അങ്ങനെയാണ് ഈ പത്യവചനം, ഈ പത്യോപദേശം മനസ്സിലാക്കാനിടയായത്. ഞാൻ വ്യക്തികളെ ഉയർത്തുകയല്ല ചെയ്തത്. ഒരു ഗുരു എപ്പോഴും വേണം. പിന്നീട് അത് മനസ്സിലാക്കി. ഗുരുവിനെ കൂടാതെ ഒരു ശിഷ്യനില്ല. ഗുരുവിനെ പോലെ ആകുന്നത് മതി ശിഷ്യന്. ഏത് കാര്യത്തിനും ഗുരു വേണം. ആർഷഭാരതത്തിലെ കേരളത്തിലെ ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ വീട്ടിൽ പോയി 4-5 പേര് നിന്ന് ഓലയും പേനയും ഒക്കെ ആയിട്ട് പോയി. ഇന്ന് പേനയൊക്കെ ഇപ്പോഴല്ലേ ഉള്ളൂ, ഈർക്കലും ഒക്കെ ആയിട്ട് പോയി എഴുതി പഠിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയ ദൈവമക്കളെ, ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അത്യുച്ചകോടി നിൽക്കുക. ഞങ്ങളൊരു ടീച്ചർ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെല്ലാം പിഴച്ചു പോയി, കൈവിട്ടുപോയി, ഒരൊറ്റ എണ്ണം നന്നാകത്തില്ലെന്ന്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ, കോളേജ് വിദ്യാഭ്യാസികൾ, ഹൈസ്കൂൾ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ബഹുഭൂരിപക്ഷം തെറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയോ അങ്ങോട്ട് ഇവിടെ നടന്നൊരു അപകടം. എടപ്പള്ളി മെട്രോപ്പില്ല ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത് നടന്നു. 4 കുഞ്ഞുങ്ങൾ, 22, 23 വയസ്സുള്ള 4 പേര് വാഹനം ഓടിച്ച് 2 പേർ തൽക്ഷണം മരിച്ചു. 2 പേര് അപകടനില തരണം ചെയ്യാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര വേദനാജനകം, എത്ര ദുഃഖകരം. കുഞ്ഞുങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അപകടം കൂടി വരിക. അതിന് മുമ്പായിട്ട് ഒരാഴ്ചയോ 4-5 ദിവസം മുമ്പ് ഒരു ചെറുക്കൻ, ലൈസൻസ് ഇല്ലാത്തൊരു ചെറുക്കൻ വണ്ടി എടുത്തുകൊണ്ട്, പപ്പാടെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി പലരെ ഇടിച്ചു മറിച്ചു, വണ്ടിയൊക്കെ മറിച്ചു. ഒരു വയോവൃദ്ധയെ മടിച്ചു ഹോസ്പിറ്റലിൽ ആയിരിക്കുകയാണ്. അപ്പം പിടിപാടുള്ളത് കൊണ്ട് കേസൊക്കെ ഒരുവിധം ഒതുക്കി. എങ്കിലും ആ ഹോസ്പിറ്റലിലുള്ള അവരുടെ എന്ത് ചെയ്യുക, ചെലവ് മുഴുവൻ വഹിക്കണം. രണ്ടാമത് ആ വണ്ടിയുടെ പെർമിറ്റ് 1 വർഷത്തേക്ക്. ഞാനാണ് RT ഓഫീസറെങ്കിൽ ആ വണ്ടിയുടെ പെർമിറ്റ് 25 വർഷത്തേക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. മറ്റുള്ളവർക്കൊരു ഗുണപാഠമാകട്ടെ. നിയമം പാലിക്കുന്നവർ നിയമപാലകന്മാർ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യം അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റങ്ങൾക്ക് തക്കതായ ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ജീർണിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വേദനാജനകമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ജനത്തെ കൊള്ളയടിക്കുക. ഒരു പൗരന് ഇവിടെ സുഖമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ സംസ്ഥാനത്തുണ്ട്, ഈ രാജ്യത്തുണ്ട്. നമുക്ക് ലഭിക്കേണ്ട നന്മകൾ കൊള്ളയടിച്ച് അവരുടെ ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും വീതം വയ്ക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുപ്പയിലേക്ക് മൂക്കുകുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരനായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു പക്ഷവും പിടിക്കുന്നില്ല. പൗലൂസിൻ്റെ പക്ഷവുമില്ല, കേപ്പോടെ പക്ഷവുമില്ല, ഇടതുപക്ഷവുമില്ല, വലതുപക്ഷവുമില്ല, ഒരു പക്ഷവുമില്ല. ഞാനിപ്പോൾ ക്രിസ്തുവിൻ്റെ പക്ഷമാണ്. കർത്താവിൻ്റെ പക്ഷം മാത്രമേ ഉള്ളൂ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ് ഈ വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ വചനത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വാസ സമൂഹത്തിൽ
ചർച്ചുകളിലുള്ളത് വിശ്വാസികളാണോ അതോ അവിശ്വാസികളാണോ അതോ ജഡീകന്മാരാണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ന് വിശ്വാസികളെല്ലാം ആത്മീക ശിശുക്കളാണ്. ആത്മീക ശിശുവിനെ പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് അവൻ ജഡീകനാണ്. അങ്ങനെയെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ ജഡീകന്മാർ നിറഞ്ഞു കിടക്കുക, തലപ്പത്ത് ജഡീകന്മാർ നിറഞ്ഞു കിടക്കുക. ബാബു ജോൺ വേട്ടമല എന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രസ്താവിച്ച പ്രസ്താവന ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളക്കരയിലും ഭാരതത്തിലും നമ്മുടെ ആത്മീക പ്രസ്ഥാനങ്ങളിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവും നമുക്കില്ല. അനുകരണീയന്മാരായ ഒരു നേതാവും നമുക്കില്ല. ദുരുപദേശം പഠിപ്പിച്ച് ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ നേതൃത്വമാണ് നമുക്കുള്ളതെന്ന് പറയുന്നതിൽ അദ്ദേഹം ലജ്ജിക്കുന്നു. ഞാനും അതിനേക്കാൾ ലജ്ജിക്കുന്നു. എൻ്റെ തല ഞാൻ കുനിക്കുന്നു. ഇച്ചിരി വയറുള്ളതുകൊണ്ട് തല കുനിയത്തില്ല, എങ്കിലും ഞാൻ തല കുനിക്കുക. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ ഉപദേശം സഭയെ പഠിപ്പിച്ചാൽ സഭ രക്ഷപ്പെടും. കർത്താവിൻ്റെ ഉപദേശമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം തള്ളിക്കളഞ്ഞാൽ, തൃശ്ശൂരിലൊരു അച്ചായനുണ്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം പറയുമ്പോൾ പുള്ളി നഖശികാന്തം എതിർക്കുക. എൻ്റെ പൊന്നെ, പുള്ളി അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് കയ്യും കണക്കുമില്ല. ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു, ചായ പാസ്റ്ററേ, ഞാൻ പറഞ്ഞു മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു, സ്വർഗത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ഒരപ്പനുണ്ട്, അപ്പനിലേക്ക് നോക്ക്. അപ്പാ, നിൻ്റെ മകനാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് തരണമേ എന്ന് പറഞ്ഞ് അപ്പനോട് നോക്കി പ്രാപിക്കാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാ. വിഷയം വരുമ്പോൾ അപ്പനോട് പറയും, എൻ്റെ പിതാവേ എനിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കണം. ഞാൻ രോഗിയാണെങ്കിൽ എൻ്റെ പിതാവിന് എനിക്ക് സൗഖ്യം തരാൻ കഴിയും. ഞാൻ കഷ്ടത്തിലാണെങ്കിൽ എൻ്റെ കഷ്ടതയ്ക്ക് ആശ്വാസം തരാൻ കഴിയും. കഷ്ടത മാറിപ്പോകാൻ ആരും പ്രാർത്ഥിക്കരുത്. കഷ്ടത മാറിപ്പോയവനെല്ലാം പിശാച് വിഴുങ്ങിയിട്ടിരിക്കുകയാണ്, ചെന്നായി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബി കെയർഫുൾ. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത 10-ാം വാക്യം. നിന്റെ അപ്പനെയോ അമ്മയെയോ ബഹുമാനിക്കായെന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്ന് മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടതിന് വഴിപാടെന്ന അർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അതിന് ആ പ്രമാണത്തിലൊരു വ്യവസ്ഥിതിയാണ്. ഞാൻ അതിലേക്കൊന്നും അധികമൊന്നും പോകുന്നില്ല. ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എൻ്റെ അപ്പനെയോ അമ്മയോ മേലല്ലൊന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കും. ശ്രദ്ധിക്കണം, ഈ ചാപ്റ്റർ തരുന്ന പ്രധാന പഠനം ദൈവകൽപ്പന വിട്ടുകളയുന്നു, ദൈവകൽപ്പന തള്ളിക്കളയുന്നു, ദൈവകൽപ്പന ദുർബലമാക്കുന്നു. കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന ഉപദേശത്തെ വിട്ടുകളയുന്നു, തള്ളിക്കളയുന്നു, ദുർബലമാക്കുന്നു. എന്നെ കേൾക്കുന്ന പാസ്റ്റർമാർ ആരെങ്കിലും ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ മടങ്ങി വരാനൊരു സുവർണാവസരം. മോശന പ്രമാണം അനുസരിക്കാൻ നമുക്കാർക്കും കഴിയത്തില്ല. അതനുസരിക്കുന്ന ഒരുത്തരും ഇല്ലെന്ന്. നേരത്തെ മോശന പ്രമാണത്തിന്റെ വ്യവസ്ഥയിലുള്ളവർ വായിച്ച് കേൾപ്പിച്ചല്ലോ. 1 തീമോഥെയോസ് 1:8 മുതൽ 10 വാക്യം അങ്ങോട്ട് വായിച്ചു. അതാ മോചന പ്രമാണം. മനസ്സിലായില്ലേ? ആധർമ്മികളുടെ ഒരു സംഘമാണ് അവരെ. ഈ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഇസ്രായേലിലെ പ്രധാനമന്ത്രി, ഇത് നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ തൊട്ടാലുണ്ടല്ലോ, അദ്ദേഹത്തെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, അവരുടെ ഒരു പട്ടാളത്തെ കൊണ്ടവർ സമ്മതിക്കത്തില്ല. ഉന്മൂലനാശം ചെയ്ത് കളയവര്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. ട്രംപിന്റെ നേതൃത്വത്തിൽ 20 പരിപാടിയൊക്കെ കൊണ്ടുവന്നു. പക്ഷെ നിയമലംഘനം നടത്തിയപ്പോൾ കയറി അടിച്ചവരെ കിടന്ന് വെള്ളം കുടിക്കുകയായിപ്പോ. മനസ്സിലായോ? ഹമാസ് എന്ന ഗ്രൂപ്പ്. മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ്, ഇഷ്ടംപോലെ നല്ല മനുഷ്യരുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന എന്താ പറയുക, ചില കൃമികൾ, സ്വത്രം,
സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുക ചെയ്യും. ഞാനത് പറയാനിരിക്കുകയല്ല, എൻ്റെ വിഷയം അതല്ല. പുതിയ നിയമസഭ ദൈവകൽപ്പന വിട്ടുകളയുക, പുതിയ നിയമസഭ ദൈവകൽപ്പന തള്ളിക്കളയുക, പുതിയ നിയമസഭ ദൈവകൽപ്പന ദുർബലപ്പെടുത്തുകയാണ്. കർത്താവ് അപ്പോസ്തലന്മാരിൽ തന്ന പ്രമാണങ്ങളെ ദുർബലപ്പെടുത്തുന്നു, വിട്ടുകളയുന്നു, തള്ളിക്കളയുന്നു. മടങ്ങി വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഭാവേ ഏത് വചനഭാഗമാണ് ഇന്നിവിടെ പ്രസംഗിക്കേണ്ടത്? പെട്ടെന്ന് മർക്കോസ് 7-ാം അധ്യായം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു കിട്ടി. അതാണ് ഞാനെടുത്ത് പ്രസംഗിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി, ആത്മീയ കോളത്തിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയാ. ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ തികഞ്ഞവനായിരുന്നെന്ന് പ്രസംഗിക്കുന്നു നിങ്ങൾ ആരും ചിന്തിക്കരുത്. തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പൗലോസിനെ പോലെ ഞാനും. ഒന്ന് ഞാൻ ചെയ്യുന്ന മുൻപുള്ളതൊക്കെ മറന്ന് മുൻപോട്ട് ഞാൻ പരമ്പരയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. തികഞ്ഞവനായിട്ടല്ല, തികയാൻ വേണ്ടി ഓടുന്നു. മുമ്പ് ഞാൻ ആ വാക്യം നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഫിലിപ്പിയ ലേഖനത്തിലെ എത്ര പറഞ്ഞാലും എനിക്ക് കൊതി തീരാത്തൊരു സബ്ജക്റ്റാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുമ്പോൾ ഞാൻ ആ വിഷയം എടുത്ത് ശക്തിയോടെ പ്രസംഗിക്കാറുണ്ട്. ലഭിച്ചു കഴിഞ്ഞൊന്നും തികഞ്ഞവനായൊന്നും അല്ല. 3:12 മുതൽ ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മളെല്ലാവരും. ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുൻപുള്ളത് പിമ്പിലുള്ളത് മറന്നു മുൻപിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ്പരയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊടുക്കുക. വല്ലതും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നടക്കുക. ഫിലിപ്പിയർ 3:12, 13, 14, 15, 16 വാക്യങ്ങളാണ് വായിച്ചത്. അത് വായിച്ച് ഗ്രഹിച്ച് അത് ആ വാക്യത്തിൽ നമ്മൾ സന്തോഷിക്കുക. തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളുടെ പണ്ട് ദിവസം പറയുമ്പോൾ എനിക്കത് മനസ്സിലായില്ല. നമ്മൾ മറ്റുള്ള ബന്ധക്കോസുകാരിൽ നിന്നും വ്യത്യസ്തരല്ലെന്ന് താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഈ പരിപാടിക്ക് നടക്കണമെന്ന് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ഭാഗമായത്, പൗലൂസ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ പറയണം. നമ്മൾ തികഞ്ഞവരല്ല, തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. പുതിയ നിയമസഭയുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോസ്തലരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോകുന്നവരാ. എന്നാൽ നമ്മൾ തികയുന്നൊരു സന്ദർഭം ഉണ്ടാകും. ചില പ്രശ്നത്തിലൂടെ, രോഗത്തിലൂടെ, ക്രൈസിസിലൂടെ കടത്തിവിട്ട് ദൈവം നമ്മെ തികച്ചെടുക്കും. അങ്ങനെ തികയുന്നവർക്കാണ് പിന്നെ ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റത്തില്ല. അവരങ്ങ് തലമുടും. അതാണ് ക്യാപ്റ്റൻ ശമൂല് പറഞ്ഞത്. എനിക്കത് വളരെ സ്വീകാര്യമായി. നമ്മൾ തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഇവിടെ കാണത്തില്ല. കർത്താവ് നമ്മളെ ചേർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ അടുത്ത വാക്യത്തിലേക്ക് വരിക, 14-ാം വാക്യത്തോട്ട്. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. പുറത്തു നിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ശ്രദ്ധിച്ചോണേ, ഒരു ഭയങ്കര പഠിപ്പിക്കലായത്. മനുഷ്യന്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല. പിന്നെയോ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. എത്ര മനോഹരമായ ഒരു ടീച്ചിങ് ആണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഇങ്ങനെ, നിങ്ങളും ബോധമില്ലാത്തവരും. പെന്തക്കോസ്തുകാര് ബോധമില്ലാത്തവരെന്ന് പറഞ്ഞാൽ 100% ശരിയാ. ഒരു ബോധമില്ലാത്തവരാ, സുബോധം നഷ്ടപ്പെട്ടവരാ. ഞാനത് എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനം ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ അറിയത്തില്ലെങ്കിൽ ബോധമില്ലാത്തവർ തന്നെയാണ് നമ്മളെ. കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിരിക്കുന്ന പുതിയ നിയമസഭയുടെ വിശുദ്ധിയുടെ ഉപദേശം, നിത്യത പ്രാപിക്കാനുള്ള ഉപദേശം, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഉപദേശം, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവരാജ്യത്തിലൂടെ കടക്കാനുള്ള കഷ്ടതയുടെ പ്രമാണം ഈ പഥ്യവചനം, പഥ്യോപദേശം നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ, അനുസരിക്കുന്നില്ലെങ്കിൽ, നമുക്കതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലെങ്കിൽ നമ്മൾ ബോധമില്ലാത്തവർ തന്നെയാണ്. പണമുണ്ടോന്ന് വെച്ച് ബോധം ഉണ്ടാകണമെന്നില്ല, അറിവുണ്ടോന്ന് വെച്ച് ബോധം ഉണ്ടാകണമെന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിപൂർവ്വ ഉപദേശവും വായിച്ച് പഠിച്ച് അനുസരിക്കണം.
അല്ലെങ്കിൽ ബോധമില്ലാത്തവരായി പോകും. 3 വർഷം കൂടെ കൊണ്ടു നടക്കാൻ നിങ്ങളും ഇത്ര ബോധമില്ലാത്തവരോ? പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്നില്ലയോ? അതവൻ്റെ ഹൃദയത്തിൽ അല്ല വയറ്റിൽ എത്ര ചെല്ലുന്നത്. പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞതാണ് നമ്മുടെ പ്രസംഗ വിഷയം. ശ്രദ്ധിച്ച് കേട്ടോണേ. കാതലായ വിഷയത്തിലേക്ക് നമ്മൾ വരിക. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഏകദേശം 13ഓളം കാര്യങ്ങൾ, ഈ പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുമ്പോഴാണ് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയം സൂക്ഷിക്കാൻ പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. എപ്പോഴാണ് കർത്താവ് വന്ന് നമ്മൾ ചേർക്കുന്നത്? എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്നത്? എപ്പോഴാണ് കർത്താവ് എൻ്റെ കഷ്ടതകൾ മാറ്റി കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം എപ്പോഴാണ് കർത്താവ് എനിക്ക് തരുന്നതെന്ന് ഓർത്ത് അതിനുവേണ്ടി ആർത്തിയോടെ, ആശയോടെ, പ്രത്യാശയോടെ ഓരോ ദിവസവും ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. ഇതൊന്നും ആർക്കും ഇപ്പോൾ വേണ്ട. ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുമ്പോൾ അവർ പറയണത് എന്തോ വലിയ ശക്തി എന്നിൽ വ്യാപരിച്ചു. ദുഷ്ട പിശാച് നിന്നിൽ വ്യാപരിച്ചു. നിന്നെയും കൊണ്ടേ ആ ശക്തി പോവുള്ളൂ. ഓർത്തോ? ഞാൻ കണ്ടോണ്ടിരിക്കുക. പുള്ളി ഇപ്പോൾ പാസ്റ്ററാ. വിശ്വാസികൾ വെച്ച് പാട്ടും പാടി കാറ്റുണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുക. ആളും പേരും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയത്തില്ല. രഹസ്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഒരു ഊത്തുകാരൻ വന്ന് ഒന്ന് ഊതിയപ്പോൾ 4 കാരണം മറിഞ്ഞു പുള്ളി. ഞാനൊരു സത്യം പറയാൻ പോണ, ശ്രദ്ധിച്ചോ. കേരളത്തിലെ ഇന്റർനാഷണൽ ഊത്തുകാരൻ, പേര് പറയുന്നില്ല, അവൻ്റെ മുമ്പിൽ പോയി ഞാൻ നിന്നുകൊടുത്തു. ഈ ഇന്റർനാഷണൽ ഊത്തുകാരൻ്റെ മുമ്പിൽ പോയി ഞാൻ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഇവനെ ഊതുമ്പോൾ ഞാൻ 4 കരണം മറിഞ്ഞാൽ ഞാൻ എല്ലാത്തിനെയും 5 കരണം മറിയിക്കും. അങ്ങനത്തെ ഒരു ഊത്തുകാരനാണ്. കാരണം എനിക്ക് നല്ലൊരു ആത്മീയനാകണം, നല്ലൊരു ശുശ്രൂഷകാരനാകണം. അതിനുവേണ്ടി ഞാൻ നിന്നു. ഞാനും എൻ്റെ കുടുംബം കൂടിയാണ് പോയത്. നീക്ക് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ചരിത്രമാണ്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രമാണ്. അപ്പുറത്തും ഇപ്പുറത്തും ചക്കക്കാലം വരുമ്പോൾ പഴുത്ത ചക്ക വെട്ടാതെ തന്നെ പൊത്തോന്ന് വീഴുന്ന പോലെ ഓരോ അമ്മമാരും അപ്പച്ചന്മാരും കുഞ്ഞുങ്ങളൊക്കെ തലകുത്തി വീഴുക. ഓരോന്നൊക്കെ എല്ലാവരും വീഴുന്നു, അവിടെ കിടന്ന് പിടയ്ക്കുന്നു. ഞാൻ അനങ്ങാപ്പാറ പോലെ നിൽക്കുക. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഊത്തുകാരൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിൽ യോജിക്കില്ല. അത് ദുഷ്ടൻ്റെ ആത്മാവും എൻ്റെത് പരിശുദ്ധാത്മാവുമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഴാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിങ്ങളെ ഞാൻ രൂക്ഷമായ ഭാഷയിൽ പറയുന്നത്. ഈ ഊതി വീഴ്ചൽ, ഉന്തി വീഴ്ചൽ, കൊരാ, ചിരി, ഛർദ്ദൽ, ഇതെല്ലാം പിശാചിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന ശുശ്രൂഷകളാണ്. എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ആരും ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുടെ മുമ്പിൽ പോയി നിൽക്കരുത്. ഈ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെന്നായി നിങ്ങളെ കടിച്ചിരിക്കും. ചെന്നായിയുടെ കടിയേറ്റാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നെ നിങ്ങൾ ലൂക്കോസ് 16 ഒരുത്തം കിടപ്പുണ്ട്, അവൻ്റെ കൂടെ ആയിരിക്കും നിങ്ങളുടെ വാസം. ഇവിടെ എല്ലാം കിട്ടും, ഇവിടെ എല്ലാം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ പോലും പ്രാർത്ഥിച്ച് വാങ്ങിത്തരും. മസ്കറ്റിൽ പോകാനിരുന്ന ഒരു അമ്മാമ്മയോട് ഒരു കള്ളപ്രവാചകൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു. സിസ്റ്ററെ, മസ്കറ്റിലല്ലേ പോകാനിരിക്കുന്നത്? ഞാൻ നിങ്ങളെ അമേരിക്ക വിടാൻ പോവാം. അസംബന്ധം. ഈ പ്രവചനം എന്താണെന്ന് ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് അറിയത്തില്ല. ഞാൻ 1-2 വാക്യങ്ങളിൽ വായിച്ചു വിട്ടിട്ട് ഞാൻ പോകാം. കാരണം കയറി ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത്. പെട്ടെന്ന് പറഞ്ഞു നിങ്ങളെ കേൾപ്പിക്കുക. എന്താ പ്രവചനം? എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അതോട് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. പ്രവചനം എന്താണെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളെപ്പോലെ 10 പേരെ വിദേശ രാജ്യത്ത് വിട്ടിട്ട് വേണം എനിക്കൊന്ന് സുഖിക്കാനും. അപ്പോഴാണ് ഞാൻ മനസ്സിലായത്, യവനെപ്പോലെയുള്ള കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും കേരളക്കരയിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ചെന്നായ്ക്കളുടെ കടിയേറ്റ് നിങ്ങൾ നാശത്തിലേക്ക് പോകും. അതിനു മുമ്പ് നിങ്ങൾ അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകും. ഇഷ്ടംപോലെ കാശും കിട്ടും. അവസാനം ലൂക്കോസ് 16 കിടക്കുന്ന കൂടെ നിങ്ങൾ കിടക്കേണ്ടി വരും. ഞാനിതങ്ങ് തുറന്നു പറയായിരിക്കും, ആരെ പേടിക്കാൻ. പ്രവചനം എന്താ? 14 വായിച്ചാട്ട്. 1 Corinthians 14:3 വാക്യം വായിച്ചാട്ട്. എന്താ പ്രവചനം? 1 Corinthians 14:3. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രവചിക്കുന്നവനോ ആത്മീയവർദ്ധനയ്ക്ക്, പ്രബോധനത്തിന്, ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. തന്നെതാൻ ആത്മീയവർദ്ധന മതി. പ്രവചിക്കുന്നവൻ ചെയ്യുന്നത് എന്താ? ആത്മീയ വർധനവിന് വേണ്ടിയാണ് പ്രബോധനം. പ്രബോധനത്തിന് വേണ്ടിയാണ് പ്രബോധനം. ബോധമില്ലാതെ കിടക്കുന്നവന് വചനം പ്രബോധിപ്പിച്ചു കൊടുക്കുക, വചനത്തിന്റെ അവസ്ഥയിലേക്ക് അവനെ വരുത്തുക. ആത്മീയവർദ്ധനവ്, പ്രബോധനം, ആശ്വാസം. എന്താ ആശ്വാസം? കഷ്ടതയുടെ നടുവിൽ ആശ്വാസം, കഷ്ടത സഹിക്കാനുള്ള ആശ്വാസം, കഷ്ടത സഹിച്ച് തേഞ്ഞു വരുവാനുള്ള ആശ്വാസം, അല്ല കീശ വീർക്കുന്ന ആശ്വാസമല്ല. ഇടയ്ക്ക് ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ദുരുപദേശിയിലെ മോൻ കള്ളപ്രവചനം പറഞ്ഞു നടക്കുക. മോൻ്റെ പേഴ്സ് മടങ്ങത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ പേഴ്സ് മടങ്ങാത്തത്? കാശിങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുക, ഇടിച്ച് മടക്കിയ പോക്കറ്റ് ഇടുന്നത്. കള്ളപ്രവചനം പറഞ്ഞ കാശ് കിട്ടുമെന്ന് ഇഷ്ടം പോലെ. ഈ ഉപദേശം പറഞ്ഞാൽ 10 പൈസ കിട്ടത്തില്ല നിങ്ങൾക്ക്. ഞങ്ങളെപ്പോലുള്ള ഉപദേശം പറയുന്നവർക്ക് ഭൗതികമായ കാര്യങ്ങൾ കുറവായിരിക്കും, അത് മതി, അതിൽ സംതൃപ്തരാകുകയാണ് ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമെന്ന് പൗലോസ് പറഞ്ഞതെങ്കിൽ അതങ്ങനെ തന്നെ. പണത്തിന് വേണ്ടിയുള്ള ആക്രാന്തം ഞങ്ങൾക്കില്ല. ആരെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ അയച്ചു തന്നാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കും, ആക്രാന്തമില്ല. ഹല്ലേലൂയ. എനിക്ക് ചില സഹോദരന്മാരൊക്കെ അയച്ചു തരാറുണ്ട്. ഹല്ലേലൂയ. അവർ ആ വചനം കേട്ടിട്ട് ആ സന്തോഷത്തിൽ അവർ ചെയ്യുന്നതാണ്. കാശിന് വേണ്ടിയുള്ള ശുശ്രൂഷ അല്ല ഇത്, ധനസമ്പാദനത്തിന് വേണ്ടിയല്ല. പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനവിന്, പ്രബോധനത്തിന്, ആശ്വാസത്തിനായി മനുഷ്യരോട് സംസാരിക്കുന്നു. ബുക്ക് ഓഫ് ആക്ട്സ്, പ്രവൃത്തി പുസ്തകം 15:32 കൂടി ഇത് വായിച്ചാട്ട് വർഷമേ. 15:32. ഒത്തിരി വാക്യങ്ങൾ എടുത്ത് പറയാനുണ്ടെങ്കിൽ ചിലയ്ക്ക് പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. യൂദായും ശീലാസും 15:32. യൂദായും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാൽ സഹോദരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. പല വചനങ്ങൾ കൊണ്ട് പറഞ്ഞുറപ്പിച്ചു, പല വചനങ്ങൾ കൊണ്ട് പറഞ്ഞുറപ്പിച്ചു. മോശയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാഖി വരെ പ്രവാചകന്മാര്. മോശ പ്രവാചകൻ, ഏലിയാവ് പ്രവാചകൻ, ദാവീദ്, ശലോമൻ, എല്ലാവരും പ്രവാചകന്മാരാ. അവരെഴുതിയിരിക്കുന്ന പ്രവചന സൂക്തങ്ങളെല്ലാം ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് മലാഖി വരെയുള്ള പുസ്തകത്തിലുണ്ട്. അന്ന് മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം, തോറ എന്ന് പറയുന്ന പ്രമാണം ഓരോ വ്യക്തികളുടെ കയ്യിൽ ഇല്ല. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടെ, കുടുംബത്തേട്ട പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. യെശയ്യാ പ്രവാചകന്റെ ചുരുള് കൊണ്ടുപോകണമെങ്കിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ വേണം. അപ്പൊ അങ്ങനെയുള്ള പ്രവാചകങ്ങൾ സുന്നഗോഗുകളിൽ അവർ സൂക്ഷിച്ചിരുന്നു. പുരോഹിതൻ വല്ലപ്പോഴും എടുത്തു വെച്ച് അത് വായിച്ച് ജനത്തെ പഠിപ്പിച്ചു. ചെറിയ ചുരുള്, വലിയ ചുരുളൊക്കെ ഉണ്ടായിരുന്നു. പുസ്തക ചുരുളുകൾ, തോൽ ചുരുളുകൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. അതെടുത്ത് ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. ആ സമയത്ത് ദൈവം പ്രവചനാത്മാവ് കൊടുത്തിരുന്നു. അവർ പ്രവചിച്ചു. അങ്ങനെ ഒത്തിരി പ്രവചനങ്ങൾ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. കഴുത പ്രവചിച്ച ചരിത്രം വരെ ഉണ്ട്. ഹല്ലേലൂയ. പല പ്രവാചകന്മാരും പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്.
എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനോഹരമായ നിലയിൽ വിദേശ മിഷണറിമാർ വന്ന് നമ്മുടെ കേരളക്കരയിലും ഭാരതത്തിലും പ്രവർത്തിച്ച് അവർ ഭാഷകൾ ഉണ്ടാക്കി, ലിപികൾ ഉണ്ടാക്കി, ഒട്ടുമുക്കാലും ഭാഷകളിൽ അവർ ആ വേദപുസ്തകം അച്ചടിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പ്രവചനം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അത് വചനങ്ങളാണ്. പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങൾ പ്രാർത്ഥിച്ച് നമ്മൾ ആത്മാവിൽ എടുത്തു പറയുമ്പോൾ അത് പ്രവചനമാണ്. അതുകൊണ്ടാണ് യൂദയും ശീലാസും പല വചനങ്ങളാൽ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. അവർ പ്രവാചകന്മാരാണ്. പൗലോസ് ഒരു പ്രവാചകനാണ്. പത്രോസ്, യോഹന്നാൻ അവർ പ്രവാചകന്മാരാണ്. ഈ ഇരിക്കുന്ന ഞാനൊരു പ്രവാചക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, പല വചനങ്ങളെ കൊണ്ട് പറഞ്ഞു ഉറപ്പിക്കുക. ഇന്നലെ ഒരു പ്രവാചകൻ പറയുന്ന കാര്യം ഞാൻ കേട്ടു, ദുഃഖം തോന്നി. ഒരു കൊച്ചു പെണ്ണിനെ നോക്കി ഇങ്ങനെ പ്രവചിച്ചു, കുഞ്ഞേ, നീ ഒരു വെള്ള ഉടുപ്പും കയ്യിൽ സിറിഞ്ചും പിടിച്ച് നിൽക്കുന്നതാണ്. ഇങ്ങനാണെങ്കിൽ നേഴ്സിങ്ങിന് പഠിക്കാനുള്ള യാതൊരു കാശുമില്ല, വരുമാനമില്ല, ഒന്നുമില്ല, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുക. ഞാൻ കാണുന്നു. ചെകുത്താൻ കാണിച്ചു കൊടുത്തു ഈ കുഞ്ഞിനെ, വെള്ള കോട്ട് വിട്ട് ഒരു സിറിഞ്ചും പിടിച്ച് നിൽക്കുന്നത്. അപ്പം നേഴ്സാണെന്ന് മനസ്സിലായല്ലോ. അപ്പനും അമ്മയും എല്ലാം കൂടി ചേർന്ന് കടവും മേടിച്ച്, അവിടെ നിന്ന് മേടിച്ച്, ഇവിടെ നിന്ന് മേടിച്ച്, വല്ലവൻ്റെയും താലി മേടിച്ച് അവിടെ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച്. ഇപ്പം അങ്ങനെയല്ലേ ഇവിടെ, വല്ലവൻ്റെ മാല, വല്ലവൻ്റെ താലി, വാളയൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് അവനവൻ്റെ കാര്യം നടത്തുക. എടാ, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരി. എന്നിട്ട് എന്തോ പറ്റി? കുഞ്ഞ് 4 വർഷം പഠിപ്പിച്ച് 8 നിലയിൽ പൊട്ടി തോറ്റ് തുന്നം പാടി അവസാനം കുഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പാർട്ടന്മാരെല്ലാം കൂടി ചെന്ന് അനുനയിപ്പിച്ച്, അവളെ നീ മരിക്കേണ്ട, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇനി കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും വീട്ടിൽ ചെന്ന് ഒരു പ്രവചനം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ, ക്യാപ്റ്റൻ ഷമോൽ പറഞ്ഞ പ്രവചനം. അതെന്താണ്? വയോവൃദ്ധനായ 70-75 വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചിയോടും പറയുകയാണ്, നിങ്ങളുടെ ഈ ഇളയ മോൻ നിങ്ങളുടേതല്ല, അതുകൊണ്ട് അവകാശം കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ്, അത് നിങ്ങളുടെ സന്തതി അല്ലത്, വേറെ ഏതാണെന്ന്. കളവനും കിളവിയും ഭയങ്കര പ്രശ്നമായി. ആ അപ്പച്ചൻ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞ ആ പ്രവാചിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം വണ്ടി വിട്ടു. അവർ രക്ഷപ്പെട്ടു. 10-15,000 രൂപയും കുറേ സാരിയും കുറേ ഉപകരണങ്ങളുമായിട്ട് അവർ രക്ഷപ്പെട്ടു. കള്ളപ്രവാചകന്മാർ 2 എണ്ണമായിരുന്നു. ഇന്ന് കള്ളപ്രവാചകന്മാരും പെന്തക്കോ സമൂഹത്തിൽ അരങ്ങ് തകർക്കുകയാണ്. അവർ സഭകളിൽ കിടന്ന് മേയയാണ്. നിങ്ങൾ തിരുവെടുത്തുകളെയും ദൈവശക്തി അറിയായാൽ ഈ മേയുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പൊ ചിലർ പറയണത് എന്താണെന്നറിയോ? പക്ഷേ അത് പറഞ്ഞത് അച്ചിലിട്ടതുപോലെ ആയെന്ന്. എടാ, പിശാച് പ്രവചിച്ച പിന്നെ അച്ചിലിട്ടതാവൂലേ? പിശാചിന്റെ ആത്മാവിൽ പറയുന്നത് പിശാചിന് ദൈവത്തോളം ശക്തിയില്ലെന്നേ ഉള്ളൂ. നമ്മളെക്കാൾ പവറുണ്ട് പിശാചിന്. 6,000 വർഷമുണ്ട് 6,000 വയസ്സുണ്ട് പിശാചിന്. അപ്പൊ അതിൻ്റെ അത്രയും വയസ്സും പരിജ്ഞാനവും വിവേകവും ഒക്കെ അതിനുണ്ട്. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും അതിനില്ലെന്നേ ഉള്ളൂ. നമ്മളെക്കാൾ കരുത്തന്മാരാണ് സാത്താൻ. ഓർത്തോ, നിന്നെ മറത്തിയടിക്കാൻ സാത്താൻ മതി. നിന്റെ ഇടപാട് തീർക്കാൻ സാത്താന് കഴിയും പെട്ടെന്ന്. അതുകൊണ്ടാണ് പൗലോസ് കർത്താവിലും അവൻ്റെ അവധിത്തിൽ ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് തീർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു. എന്താ സർവായുധവർഗം? സത്യമരക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുളിയും കിടപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനവും ആത്മാവിന്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഈ സർവായുധവർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അച്ചായൻ പറയുക, പാസ്റ്റേ 6 എണ്ണേ ഉള്ളൂ, 7ാമത്തെ ഇല്ലെന്ന്. കാരണം പുള്ളിക്കതില്ല, പുള്ളിക്കില്ലാത്തതുകൊണ്ട് അത് 6 ഉള്ളൂ. എന്ത് പറയുന്നു? ഞാൻ 8 എണ്ണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 7 പൗലൂസ് പറഞ്ഞതും പത്രോസ് പറഞ്ഞ 1 പത്രോസ് 4:1 ഇങ്ങനെ കഷ്ടത എന്ന ആയുധം, കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പിൻ. അപ്പൊ 8 ആയുധം. പുതിയ നിയമത്തിൽ 8 സർവായുധവർഗമുണ്ട്. അപ്പോഴൊരാൾ പറയണ 6 എണ്ണേ ഉള്ളൂ. അവരവർ മനസ്സിലാക്കി അവരവർ പറഞ്ഞുകൊണ്ടിരിക്കുക. പുസ്തകം വായിക്കത്തില്ലെന്നേ, പഠിക്കത്തില്ലെന്നേ. വേദപുസ്തകം വായിക്കൽ ഇന്നത്തെ വിശ്വാസികൾക്കില്ല. പ്രാർത്ഥന ഇന്നത്തെ വിശ്വാസികൾക്കില്ല. അത് കാണാനും ഉണ്ട്. ഞാൻ സാധാരണ അവരെ കുറിച്ച് പറയുന്നത്, ഞങ്ങളുടെ ഞാൻ തിരുവനന്തപുരത്തുകാരനായിരുന്നു. അവിടെ ഈ നാട്ടിലെ രാവിലെ കഴിയുമ്പോൾ അടക്ക പകുതി ഈമ്പി വലിച്ചിട്ടിരിക്കും. വാവല്
പകുതി അടക്കേ കാണുള്ളൂ, പകുതി ഈമ്പി വലിച്ച് അതിൻ്റെ ചാറൊക്കെ കുടിച്ചിട്ടിരിക്കും. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും അതിന് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അടക്കയുടെ ഫുൾ രൂപമില്ല, പകുതിയൊക്കെ ചപ്പി വലിച്ചിട്ടിരിക്കുക. അതുപോലെ ഇന്നത്തെ പെന്തക്കോ സമൂഹ സാത്താൻ ചപ്പി വലിച്ചിട്ടിരിക്കുക എന്ന് ചില പാസ്റ്റർമാർ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനും അത് പ്രസംഗിക്കുക. കാരണം വചനധ്യാനമില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല. പോയില്ലേ ദൈവമക്കളെ? സാത്താനെ പരീക്ഷിക്കാനായിട്ട് പിശാച് വന്ന സമയത്ത് ചെയ്തത് എന്താ? സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ സമയത്ത്